ഹായ്. എൻ മോഹൻ സംവിധാനം ചെയ്ത് 2025 ഇറങ്ങിയ ഒരു കോമഡി റൊമാൻറ്റിക് ചിത്രമാണ് ഒരു ജാതി ജാതകം. ഇതില് വിനീത് ശ്രീനിവാസൻ, നിഖില വിമൽ, ചിപ്പി ദേവസ്യ, ഇന്ദു തമ്പി, കൈതു ലോഹർ, ബാബു ആന്റണി, പി കുഞ്ഞികൃഷ്ണൻ, ഇങ്ങനെ ഒരുവിധം ആർട്ടിസ്റ്റുകളെല്ലാം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു കോമഡി മൂവീസ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കോമഡി ഉണ്ട്, അത്യാവശ്യം നല്ല ചിരിക്കാനുണ്ട്. പിന്നെ അതിലിടയ്ക്ക് കുറച്ച് റൊമാൻസും കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വിനീതൊക്കെ തകർത്ത് അഭിനയിക്കുകയായിരുന്നു. ഒരുപാട് കോമഡി വർക്കൗട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെയാണ് നമുക്ക് വർക്കൗട്ട് ആയിട്ട് തോന്നുള്ളൂ, ചിലതൊക്കെ കുറച്ച് ഓവറായിട്ട് ഉണ്ടോ എന്നുള്ളത് ഒരു ചെറിയ ഡൗട്ടുണ്ട്. പക്ഷെ പടം കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഞാൻ പറഞ്ഞല്ലോ, വെറുപ്പീര് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ നമുക്കതൊന്നും തോന്നില്ല. നല്ല രസമായിട്ട് തന്നെ വിനീത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കഥയാണ് ഇതിന്റെ രസം. അതായത് വിനീത് ഒരു ഏകദേശം ഒരു 38 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു കല്യാണം കഴിക്കണം. അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ തത്രപ്പാടുകളും ഓരോ പെണ്ണ് കാണാൻ പോകുന്ന സ്ഥലത്തുണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ, അതായത് വിനീത് കാണാൻ പോകുന്ന സ്ഥലത്തുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഓരോ കുറവുകളും അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ അങ്ങനെ കുറെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് കല്യാണം കഴിക്കാണ്ട്. അങ്ങനെ ഏകദേശം ഒരു കല്യാണം റെഡി ആയി ഇരിക്കുന്ന സമയത്താണ് ഒരു പാർട്ടി നടത്തുന്നത്. ആ കല്യാണത്തിന്റെ ഒരു പാർട്ടി നടത്തുന്നുണ്ട്. അങ്ങനെ ആ പാർട്ടി നടത്തുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ഇദ്ദേഹം കള്ളോടിച്ചിട്ട് പല ആമ്പിള്ളേരെയും കിസ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനുള്ള സാഹചര്യം വരും. അങ്ങനെ വിനീത് ഒരു കുണ്ടനാണ് എന്നുള്ള പേരിൽ പല കല്യാണങ്ങളും മുടങ്ങും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഫാമിലീസും ഫ്രണ്ട്സുകളും എല്ലാവരും ആ ഒരു രീതിയിൽ കാണാൻ തുടങ്ങും. അതായത് കല്യാണം ഒന്നും ശരിയാവുന്നില്ല, ഏത് രീതിയിലാണ് കല്യാണം ശരിയാവാത്തത് നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു കുണ്ടനാണെന്നുള്ള രീതിയിലോട്ട് പോവുകയും പിന്നീട് ഇവിടെ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഹിന്ദിക്കാരിയായിട്ട് ഒരു കിസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കിസിങ്ങും കാര്യങ്ങളിലൂടെ വിനീത് കുണ്ടനല്ല എന്നുള്ള ഇതിൽ വീണ്ടും മാറി വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനൊരു കല്യാണം റെഡി ആവുന്നുണ്ട്. അതിലിടയ്ക്ക് ഒന്ന് രണ്ട് കല്യാണങ്ങളൊക്കെ ഏകദേശം റെഡി ആയി വരുന്നതാണ്. അത് പല സാഹചര്യത്തിലും മുടങ്ങി പോകുന്നുണ്ട്. അതായത് ഒരു പെണ്ണിനെ ഇതേപോലെ കണ്ട് എല്ലാം റെഡി ആയിരിക്കുന്ന സമയത്ത് അവൾ ഒരു ടൂറിന് പോകും. ടൂറിന് പോയി വന്നതിന് ശേഷം പറയും, എനിക്ക് ഇങ്ങനെ വേറൊരു ആളെ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെടുന്ന ഒരാൾ നടന്നത് ഒരു പെൺകൊച്ചിനായിരിക്കും. അങ്ങനെ അത് മുടങ്ങിപ്പോവും. പിന്നീടൊരു കല്യാണം നടക്കും. ആ കല്യാണം നടന്ന് അന്ന് തന്നെ ആ പെണ്ണ് ഓടിപ്പോവും. അതായത് ഇവനൊരു കുണ്ടനാന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് ഓടിപ്പോവും. അതിന് ശേഷം പിന്നീട് അദ്ദേഹം ആകെ ഡെസ്പാവുന്നുണ്ട്. ഡെസ്പായിട്ട് എന്താ പറയാ, ഇയാളുടെ കണ്ടീഷൻസും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാണ്ട് ആരെങ്കിലും കെട്ടാമെന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ പലരും ഇദ്ദേഹത്തിന്റെ കുറവുകളെ പറ്റി പറയാൻ തുടങ്ങും. നിങ്ങൾ കാണാൻ ഭംഗിയില്ല, മീശുള്ളവരെ ഇഷ്ടമല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചടി. അതായത് ഇവൻ എന്തൊക്കെയാണോ അങ്ങോട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന കുറെ എക്സ്ക്യൂസുകളും അല്ലെങ്കിൽ കുറെ നിബന്ധനകളും അതെല്ലാം തിരിച്ച് ഇവനക്ക് തന്നെ കിട്ടുമ്പോൾ മനസ്സിലാവും ഒന്നും അത്ര പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത്. അങ്ങനെ എല്ലാം ഒന്ന് ഒത്തൊരുങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അതായത് ആദ്യം കല്യാണം ഓർപ്പിച്ച ആ പെണ്ണ് വന്നിട്ട് പറയുന്നുണ്ട്, ചേട്ടാ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എന്നെ സ്വീകരിക്കണം പറയുന്നുണ്ട്. അതേപോലെ കല്യാണം കഴിച്ചിട്ട് പോയ ആ പെണ്ണും തിരിച്ചു വരുന്നുണ്ട്, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ചേട്ടൻ കൊണ്ടുവരാൻ കഴിച്ചിട്ട് ഞാൻ പോയതാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. അതിലിടക്ക് വേറൊരു ചെറിയൊരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തട്ടത്തിലും മലയത്തിലെ നായിക ഇഷ തൽവാർ അവള് വരുന്നുണ്ട്. ഇഷ തൽവാർ വന്നിട്ട് ഇവന്റെ മുഖത്തിട്ടൊരു കുത്തു കൊടുക്കുന്ന ഒരു പഞ്ച് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതിന്റെ ഒരു കഥ വേറെയാണ്. അവിടെ എഴുതിയ ഏതൊരു നോവലിനെ ഇവൻ വളരെ വേറെ ഏതൊരു രീതിയിൽ വിമർശിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പ്രതികാരം ചെയ്ത് പോകുന്ന ഒരു ചെറിയൊരു സീൻ മാത്രമാണ് ഇഷ തൽവാറിന്റെ ഉള്ളൂ. പക്ഷെ ലാസ്റ്റില് എൻഡ് ഓഫ് ഇതിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവനെ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ ഒരു പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവും. ആ പെണ്ണ് വേറെ കല്യാണം കഴിച്ച് ഡൈവേഴ്സ്ഡ് ആണ്. അപ്പൊ ആ പെണ്ണ് രണ്ടാമത് ഇവരെ കാണുന്നുണ്ട്. പക്ഷെ ആ സമയത്തുള്ള ഒരു ജോബ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ബ്രോക്കർ ജോബ്, അതായത് കല്യാണത്തിന്റെ മാട്രിമോണിയോ കൊല്ലം പോലത്തെ ഒരു സംഭവം ചെയ്യുന്ന. അങ്ങനെ ലാസ്റ്റിൽ എനിക്ക് ഇവളെ കല്യാണം കഴിച്ചാലോ എന്നുള്ള ഒരു ആലോചനയിലൂടെയാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. പറഞ്ഞില്ല, ഇതിടക്ക് ഒരുപാട് കോമഡി സീക്വൻസുകളുണ്ട്, കുറച്ച് റൊമാൻസ് വരുന്നുണ്ട്. റൊമാൻസ് എന്ന് പറയാനൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള റൊമാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഏകദേശം 2 മണിക്കൂർ സിനിമയുണ്ട്, ബോറടി ഒന്നുമില്ല, കണ്ടിരിക്കാം. പിന്നെ കുഴപ്പമില്ലാത്ത പാട്ടുമുണ്ട്. പാട്ടുകൾ ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ചൊക്കെ ഉള്ളൂ. അങ്ങനെ ഓവറോൾ ഒരു വൺ ടൈം മൂവി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പടം അത്രേ ഉള്ളൂ ഈ പറഞ്ഞ ഒരു മൂവി, ഒരു ജാതകം എന്ന് പറയുന്ന ഈ സിനിമ. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അതിന്റെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. കാണാത്തവർ ഒരു വട്ടം ഒന്ന് കണ്ടു, കുഴപ്പമൊന്നുമില്ല. കണ്ടു കഴിഞ്ഞിട്ട് എന്തായാലും നിങ്ങളും അതിന്റെ അഭിപ്രായം അറിയിക്കണം. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.